പോകണം. അത് നിവിൻ പോളി നടനുമായി ബന്ധപ്പെട്ടാണ്. ബലാത്സംഗ പരാതിയിൽ നടൻ നിവിൻ പോളിയുടെ പരാതിയിൽ വൈകാതെ മൊഴിയെടുക്കും. കഴിഞ്ഞ ദിവസം നിവിൻ പോളി DGPക്ക് പരാതി നൽകിയിരുന്നു. ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും യുവതിയെ കണ്ടിട്ടില്ലെന്നും ആരോപിക്കുന്ന സമയത്ത് താൻ ദുബായിൽ ഇല്ലായിരുന്നു എന്നും വ്യക്തമാക്കിയാണ് നിവിന്റെ പരാതി. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, നിവിനാണ് ആദ്യം, നമുക്കറിയാം, ഈ വലിയ ആരോപണം വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയത്തിൽ താൻ ചതിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യാജ പരാതിയാണ് എന്ന തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചത്. അതേസമയം അതിജീവിത എന്ന് പറയുന്ന യുവതിയാകട്ടെ വീണ്ടും തന്റെ പരാതി അട്ടിമറിക്കപ്പെടാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള തരത്തിൽ പിന്നീട് വിശദീകരണം നൽകുന്ന പശ്ചാത്തലമുണ്ട്. എങ്ങനെയാണ് പോലീസ് ഈ അന്വേഷണത്തെ സമീപിച്ചിരിക്കുന്നത്? നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസിൽ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നടക്കുക. അതിലൊന്ന്, ഇന്ന് തന്നെയായിരിക്കും ഈ പരാതിക്കാരിയുടെ ഈ ഒരു പരാതിയിൽ, അതായത് ഈ പരാതിക്കാരി പെൺകുട്ടിയാണ് ആദ്യം നേര്യമംഗലം പോലീസിന് പരാതി നൽകിയത്. ആ പോലീസിൽ പറയുന്നത് നിവിൻ പോളി അടക്കമുള്ള 7 പ്രതികൾ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ്. അതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കുകയും നിവിൻ പോളിയെ 6ാം പ്രതിയാക്കിയതും. ഇതിന്റെ ഒരു രഹസ്യമൊഴി, ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും. മറ്റൊന്ന്, ഈ പരാതിക്ക് പിന്നാലെ തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടിരുന്നു. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ്, ഈ പറയുന്ന താൻ ദുബായിൽ പോയിട്ടുണ്ട്, അത് സിനിമയുടെ ആവശ്യങ്ങൾക്കാണ്, അല്ലാതെ ഈ പെൺകുട്ടിയെ തനിക്ക് പരിചയമില്ല. ഈ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ, അയാളുമായി സിനിമയുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നതിലപ്പുറത്തേക്ക് ഈ കേസുമായോ ഈ പെൺകുട്ടിയുമായോ മറ്റ് വ്യക്തികളുമായിട്ടോ തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നിവിൻ പോളി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിവിൻ പോളി മുഖ്യമന്ത്രിക്കും DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പാസ്പോർട്ടിന്റെ കോപ്പി അടക്കം പരാതിയായി നൽകിയത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ്. മറ്റൊന്ന്, ഈ പരാതിക്കാരി പറയുന്ന തീയതി, അതായത് ഡിസംബർ 14, 15 തീയതികളിൽ താൻ ദുബായിലായിരുന്നില്ല, പകരം കൊച്ചിയിലെ തന്നെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. ആ ലൊക്കേഷനിലെ ഉണ്ടായിരുന്ന തെളിവുകളടക്കം നിവിൻ പോളിയുടെ പക്കലുണ്ട്. ഒപ്പം ആ സമയത്ത് താൻ വിദേശത്തേക്ക് പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന പാസ്പോർട്ടിന്റെ കോപ്പി, ഇതടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരു അന്വേഷണം നടത്തുക. എന്തായാലും ഇപ്പോൾ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും നിവിൻ പോളി നൽകിയ കേസിൽ ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക. എന്തായാലും നിവിൻ പോളി പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന എല്ലാ തെളിവുകളും നിവിൻ പോളിയുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി ആയിക്കോട്ടെ, ഈ പറഞ്ഞ തീയതി, അതായത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ 14, 15 എന്ന തീയതി പറഞ്ഞത്. പിന്നീട് ഈ പെൺകുട്ടി അത് തിരുത്തുകയും ചെയ്തു. താൻ അത് ഉറക്കപ്പിച്ചിലായിരുന്നു ഇത് പറഞ്ഞത്. ആ തീയതി തന്നെയാണോ എന്ന് കൃത്യമായ ഓർമ്മയില്ല. എന്തായാലും അന്വേഷണ സംഘം തന്നെ ഇത് കണ്ടെത്തട്ടെ. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി ഇന്ന് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഈ പെൺകുട്ടി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസിലും നിവിൻ പോളി നൽകിയ പരാതിയിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിൽ പലവിധ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ അപ്പോഴും ഇവർ അവരുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. താൻ പറഞ്ഞത്, നേരത്തെ നവം പറഞ്ഞതുപോലെ ചില പിശകുകൾ പറ്റി തീയതിയുടെ കാര്യത്തിൽ നിവിന് പിന്തുണയുമായി നിവിന്റെ സഹപ്രവർത്തകർ രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്. മറ്റ് നടന്മാർക്കൊന്നും ഇല്ലാത്തൊരു പിന്തുണ ഈ വിഷയത്തിൽ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുകൂടി നിവിൻ ലഭിക്കുന്നുണ്ട്. അത് ശ്രദ്ധേയമല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഈ പരാതിക്കാരി ആദ്യം നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആയിരുന്നു ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ നടന്മാർക്കെതിരായിട്ടുള്ള പരാതിയുമായി പരാതിക്കാരി രംഗത്തെത്തിയത്, നടിമാരടക്കമുള്ളവർ രംഗത്തെത്തിയത്. പക്ഷേ ഈ പരാതിക്കാരി സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അവർ വിദേശത്ത് ജോലിക്ക് ആവശ്യമായിട്ടാണ് അവിടെ പോയതും ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്. പക്ഷേ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ആദ്യത്തെ പരാതി പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള ഒരു പരാതി അല്ല, വ്യാജ പരാതിയാണെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. നിവിൻ പോളിയെ വിളിച്ചതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി. പിന്നീട് ഈ കേസ് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും നടന്മാർക്കെതിരായിട്ടുള്ള പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തത്. ഈ ഘട്ടത്തിലാണ് വീണ്ടും നിവിൻ പോളിക്കെതിരെ പരാതിയുമായി പെൺകുട്ടി രംഗത്തെത്തുകയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി കൈമാറുകയും ചെയ്തത്. ഇതിനെ തുടർന്നാണ് നിവിൻ പോളിയെ 6ാം പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും പിന്നീട് മാധ്യമങ്ങൾ ഇത്
അറിയുകയും ചെയ്തത്. പക്ഷെ തുടക്ക സമയത്ത് ഈ പെൺകുട്ടി തീയതി പറഞ്ഞിരുന്നില്ല. ഡിസംബർ മാസത്തിലായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഈ തീയതി പറഞ്ഞത്. അവിടെയാണ് വീണ്ടും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ഈ 14-15 തീയതി പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ നിവിൻ പോളിക്ക് പൂർണ്ണ പിന്തുണയുമായി സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ എത്തുന്നു. വിനീത് ശ്രീനിവാസൻ പറയുന്നത് ഈ സമയത്ത് അദ്ദേഹം നമ്മൾ കൊച്ചിയിലെ ഒരു മാളിലായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിംഗ് നടന്നിരുന്നത്. അന്നത്തെ ദിവസം പൂർണ്ണമായും നിവിൻ പോളി ഉണ്ടായിരുന്നു. അതോടൊപ്പം അന്ന് താമസിച്ച ഹോട്ടലിലെ CCTV അടക്കം നോക്കുമ്പോൾ വ്യക്തമാകും. അതിന് പിന്നാലെ തന്നെയാണ് നിർമ്മാതാവും വൈശാഖ് രംഗത്തെത്തി. പിന്നീട് അതിലെ നടി പാർവതി ദൃശ്യങ്ങൾ സഹിതം ഫോട്ടോ അടക്കം ഈ തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഫോട്ടോ അടക്കം പുറത്തുവിട്ടത്. എന്തായാലും സിനിമാ മേഖലയിൽ നിന്നും നിവിൻ പോളിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ തന്നെയാണ്. അത് തന്നെയാണ് മറ്റ് നടന്മാർക്കും ഇപ്പോൾ ഒരു മറ്റ് നടന്മാരെ സംബന്ധിച്ച് അവരും ഒരു ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതും. കാരണം നിവിൻ പോളി തുറന്ന് പറയാനുള്ള അല്ലെങ്കിൽ തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പരാതിയാണ്, വാർത്തയാണെന്ന് പറയാനുള്ള ധൈര്യം മറ്റ് നടന്മാർ നടത്തിയില്ല. അതുകൊണ്ട് അവർ കുറ്റക്കാരായിരിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹം മറ്റ് നടന്മാർക്കെതിരെ ഉന്നയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും സിനിമാ മേഖലയിൽ നിവിൻ പോളിക്ക് പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. നിവിൻ പോളിയും ആ ആത്മവിശ്വാസത്തിലാണ്. താൻ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരുവിധ പങ്കുമില്ല, ഈ പെൺകുട്ടിയെ പോലും തനിക്ക് അറിയില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നിവിൻ പോളി നിൽക്കുന്നത്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകാനും താൻ തയ്യാറാണ് എന്നുവരെ നിവിൻ പോളി പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ പരാതി അത് വ്യാജമാണ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് നൽകിയാണ് തന്നെ പീഡിപ്പിച്ചതെന്നൊക്കെ പെൺകുട്ടി പറയുന്നുണ്ട്. ആ ഒരു ലഹരിയിലാണോ നിവിൻ പോളിയുടെ പേര് പറഞ്ഞത്, അല്ലെങ്കിൽ നിവിൻ പോളി ദുബായിൽ എത്തിയ സമയത്ത് ഈ പെൺകുട്ടി അല്ലാതെ പൊതുയിടങ്ങളിൽ വെച്ച് കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു പേര് വ്യാജമായി പറഞ്ഞത് എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് അന്വേഷണ സംഘമാണ്. എന്തായാലും നിവിൻ പോളി ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. ഒപ്പം തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പരാതിയാണ്, അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് നിവിൻ പോളി ഇപ്പോഴും പറയുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.